എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ, എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. എയ്റ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളെ കാത്ത് കുറേ കാര്യങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. ബാക്കി കൂടെ നോക്കാം. ക്യൂൻ ഓഫ് ഫാൻസ് ഷാഡോയാണ്. നൈറ്റ് ഓഫ് കപ്സ്, നൈൻ ഓഫ് സോഡ്സ്, ഡെവിൾ കാർഡ്, ഏസ് ഓഫ് സോഡ്സ്, King of Swords, Four of Pentacles, Five of Wands, Wheel of Fortune, Sovereign of Death, Two of Swords. ത്രീ ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇന്ന് കുറേ കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. കുറേ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ല, ഭയങ്കര കൺഫ്യൂഷനാണെന്ന് കാണുന്നുണ്ട്. ഇത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു കാർഡ്. കുറേയധികം കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷേ നിങ്ങളത് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടിരുന്ന് എന്താണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്, എന്താണ് ഇതിൽ നിന്ന് വിട്ടുകളയേണ്ടത്. അപ്പം അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു ക്ലാരിറ്റി തരണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ സമയത്ത്. കാരണം നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റണില്ല, കൃത്യമായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് കിങ് ഓഫ് ഫണ്ട്സിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ബലമില്ല എന്ന് കാണുന്നുണ്ട്. നല്ല കാര്യമാണ് മുന്നിലുള്ളതെങ്കിലും ആ ഒരു ഓഫർ സ്വീകരിക്കാനോ അതൊന്ന് മുന്നോട്ട് അത് എന്താണ് ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് വന്ന എന്തോ ഒരു കാര്യം വേറെ തിരികെ പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട എന്തോ ഒരു കാര്യം വേറെ അത് നിങ്ങൾക്ക് കിട്ടാതെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അപ്പം രാത്രി മുഴുവൻ നിങ്ങൾ പേടിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ വരുന്നെന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുന്നെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു എന്തോ ഒരു ദോഷം വന്നു എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു സ്വപ്നമായിരിക്കാം. ചില ആൾക്കാരിനെ ചിലപ്പോൾ ന്യൂസിലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അയ്യോ ഇതിനി എനിക്ക് സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ടെൻസ്ഡായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സും വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഇതിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷേ എന്തോ കാര്യത്തിൽ നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വെറുതെ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യം. ഇപ്പോഴും നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന കാര്യം വെറുതെ നിങ്ങളുടെ മനസ്സിങ്ങനെ നിങ്ങളെ കളിപ്പിക്കുന്നതാണ്, അല്ലാതെ വേറൊരു കാര്യമില്ല. നിങ്ങൾ ഭയപ്പെടുന്നു എന്നിലേക്ക് ആ ഭാഗ്യം എന്നിലേക്ക് വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിക്ക് എല്ലാം ആയിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അതിൻ്റെ ഒരു പേപ്പർ മാത്രം വന്നാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് നല്ലപോലെ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ അവസാന നിമിഷം ചിന്തിക്കുന്നുണ്ടോ അയ്യോ എനിക്കത് കിട്ടൂല, കൂടുതൽ കിട്ടും എന്നുള്ളതിലുപരി
കിട്ടൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം ഇപ്പം നിങ്ങളെ തുണയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ച് ഉറങ്ങാതിരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ചില ആർക്കെങ്കിലും അതൊരു ഒരു അസുഖം ഉണ്ടായിരിക്കാം. ഇതിൽ ഒരു ഡെവിൾ എനർജി ആണ് കാണുന്നത്. പക്ഷേ ആക്ച്വലി ആ ഒരു ഡബിൾ എനർജി നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞു കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഒരു ഏതെങ്കിലും വഴിയിലൂടെ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പം അത് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഓവർ തിങ്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം എന്നാണ് കാണുന്നത്. പക്ഷെ ആ ഒരു നെഗറ്റീവിന് യഥാർത്ഥത്തിൽ വലിയ സ്ഥാനമൊന്നും അതില്ല. അത് നെഗറ്റീവിൻ്റെ ഈ ഡബിളിൻ്റെ ഒരു റിവേഴ്സാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു നെഗറ്റീവിനെ നമ്മൾ കൂടുതലങ്ങ് ഫോഴ്സ് ചെയ്ത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കേണ്ട. ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളങ്ങനെ ചിന്തിച്ച് ആ ഒരു കാര്യത്തെ നെഗറ്റിവിറ്റി കൂടുതൽ നിങ്ങൾ എടുക്കണ്ട. ഈ സമയം നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ മാസം പ്രാർത്ഥനകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. രാമായണ മാസമാണ്. അപ്പോൾ നിങ്ങൾ ഏത് മതസ്ഥരായാലും നിങ്ങൾ പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യാൻ ഉള്ളൊരു സമയമാണ്. അപ്പം നിങ്ങൾ അത് തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തോ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലോട്ട് അത് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഒരു നെഗറ്റീവ് കിട്ടി എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാരെയാണ് അതിൽ കൂടുതലും കാണുന്നത് കേട്ടോ. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്, പക്ഷേ എന്നാൽ എന്തോ ഒരു നെഗറ്റിവിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെ മുന്നിലുണ്ടെങ്കിലും പോസിറ്റീവിനേക്കാളും കൂടുതൽ നിങ്ങൾ നെഗറ്റീവിനെ ഇങ്ങനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു വാള് കൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അത് മാറ്റിക്കളയാൻ പറ്റും എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാതെ, നിങ്ങളുടെ ആ ഒരു പവറിനെ തിരിച്ചറിയാതെ, നിങ്ങൾക്ക് ഇത്രയും വലിയ പവറുള്ള ആൾക്കാരാണ്, പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. പകരം നിങ്ങൾ നെഗറ്റിവിറ്റിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആൾറെഡി നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒന്നിനെയും ഓവർ തിങ്ക് ചെയ്യുകയോ ഒന്നിനെയും ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വീണ്ടും 2 ഓഫ് സോഴ്സാണ് വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കൺഫ്യൂഷനാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ഉള്ളതെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ശരിക്കും കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എന്ത് വേണോ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കാതെ വെറുതെ നമ്മുടെ മുന്നിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വെറുതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 4 ഓഫ് പെന്റക്കിളും വന്നിട്ട്, അപ്പം നിങ്ങൾ ശരിക്കും ഇത് നിങ്ങളുടെ ആ ഒരു മൈൻഡ് പവർ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്ന് ഹാപ്പി ആവുക. നിങ്ങളുടെ ആ ഒരു എനർജി ഒന്ന് കൂട്ടുക എന്ന് കാണുന്നുണ്ട്. പിന്നെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ ഒന്ന് ഫൈറ്റിന് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം വെറുതെ നിങ്ങൾ നിങ്ങളോട് ആരോ ഒന്ന് ഫൈറ്റിന് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ അത് പേടിച്ചിരിക്കുന്ന ആൾക്കാരും ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർ ചോദിക്കുമോ, അവർ വീണ്ടും എനിക്കെതിരാവോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. ഇതിലൊരു വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ ഈ ഒരു വീല്
നിങ്ങൾ അനുകൂലമാക്കണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങളിങ്ങനെ കാത്തിരിക്കണ്ട, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിങ്ങനെ കാത്തിരിക്കാതെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് നന്മ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നിങ്ങളൊന്ന് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും നിങ്ങളൊന്ന് മുൻപോട്ട് പോവുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഹെർമിറ്റാണ്. ശരിക്കും നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപദേശം കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. ഈ ഒരു ഹെർമിറ്റ് എനർജി അതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഹീലർമാരായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അത് സംഭവിക്കുന്നുണ്ടായിരിക്കാം, നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്വയം അത് ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടി കൂടി ആണോ ദൈവം നിങ്ങൾക്ക് ആ ഒരു കഴിവ് തന്നത്? അപ്പം അത് നിങ്ങളും കൂടി ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കാണത് ആവശ്യം, അത് നിങ്ങൾ ചെയ്യണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട്. 2 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ വേണ്ട നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കുക. ഇങ്ങനെ വെറുതെ ഇരിക്കരുത്. ഇന്ന് ചിലപ്പോൾ പലരും പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാരെങ്കിലും ഒരു റിസൾട്ട് കാത്തിരിക്കുന്ന ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയമാണ്. ഏതോ ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ടിന് ഭയം ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ അതൊരു അസുഖം, എന്തെങ്കിലും ഒരു അസുഖത്തിന് ഒരു റിസൾട്ട് ചിലപ്പോൾ ഇന്ന് കിട്ടുമായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ചില എന്തെങ്കിലും ഒരു അസുഖമാണോ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഇനി എന്തെങ്കിലും നെഗറ്റീവായിട്ടാണോ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്താണ് അങ്ങനെ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നവർക്കുള്ള ഒരു ഇത് എന്താണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. എന്തായാലും അവർ ഉറങ്ങുന്നില്ല എന്ന് കാണുന്നുണ്ട്, പേടിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും വരാൻ സാധ്യതയില്ല. ഹെർമിറ്റ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു സമയമാണെന്നാണ് ദൈവം പറയുന്നത്, ഡിവൈൻ പറയുന്നത്. മജീഷ്യനാണ്. നിങ്ങൾക്ക് എന്ത് തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു അസുഖം വന്നു, അതിൻ്റെ എന്തെങ്കിലും ഒരു ലാബ് റിപ്പോർട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ പോലും നിങ്ങൾക്കത് ഒന്നും വിഷമിക്കേണ്ട. മജീഷ്യനാണ്. നിങ്ങൾക്ക് അതെല്ലാം ക്യൂർ ആകും. നിങ്ങൾക്ക് അതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട എന്നാണ്. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓവർ തിങ്ക് ചെയ്യണ്ട. അപ്പം നിങ്ങൾ ചിലപ്പം ഒരു അസുഖമുള്ള എന്തെങ്കിലും ഒരു അസുഖം ആണ് എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുക്കും. അവർക്ക് അങ്ങനെയായിരുന്നു, ഇവർക്ക് ഇങ്ങനെയായിരുന്നു. അതൊന്നും ചെയ്യരുത് എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ മജീഷ്യനാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ക്യൂറാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.